ട്രീറ്റ്മെന്റ് കാര്യത്തെപ്പറ്റിയൊന്നും മോൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പിന്നെ സന്ധ്യ ഡോക്ടറെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. കണ്ട് സംസാരിച്ച ശേഷം ഞാൻ അച്ഛനെ വിവരം അറിയിക്കാം. എൻ്റെ മോക്ക് ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടതായിരുന്നു നിങ്ങൾ. എന്താ ഞങ്ങളുടെ സന്തോഷത്തിന് കുഴപ്പം? അച്ഛൻ സച്ചേൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റ് കാര്യം ചോദിച്ചോ? ഞാൻ പറഞ്ഞില്ലേ കാര്യം. എനിക്ക് സച്ചേട്ടനും കുട്ടികൾ വേണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഈശ്വരനായിട്ട് വൈകിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ ദിവസവും ഞങ്ങൾ രണ്ടുപേരും ഈ വിഷയത്തെ മറികടക്കാൻ ശ്രമിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടിട്ടാന്ന് ആർക്കും മനസ്സിലാവില്ല. മിക്ക ദിവസവും കുഞ്ഞിനെക്കുറിച്ച് ഓർക്കാനുള്ള വിവിധ സാഹചര്യങ്ങളിലൂടെയാ ഞങ്ങൾ കടന്നു പോകുന്നത്. ട്രീറ്റ്മെന്റ് ഒക്കെ ആകുമ്പോൾ അത് തനിയെ നടന്നോളും. ഈ കാര്യം ചോദിച്ചിനി സച്ചേട്ടനെ അച്ഛൻ വിഷമിപ്പിക്കരുത്. എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. എന്താ ഇവിടെ ഒരു ചർച്ച? ഏയ് ഒന്നുമില്ലടാ, ഓരോ കാര്യങ്ങളും പറഞ്ഞ് നിന്നേ ഉള്ളൂ. എടാ, ഞാൻ ആതിരെ വൃന്ദാവനത്തിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരാം. എടാ, നീ ആതിരയുടെ കൂടെ 2 ദിവസം അവിടെ നിൽക്കണം. അതൊക്കെ അവൾക്ക് വലിയ സന്തോഷമാവും. നിന്റെ ആലോചന കഴിഞ്ഞെങ്കിൽ ഇനിയെങ്കിലും നീ കാര്യം എന്താന്ന് പറയ്. അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടോണ്ട് വരുന്നതിന് മുൻപ് നീ ഇവിടുന്ന് പോ. ഞാൻ പറയാൻ കാര്യം എന്താന്ന്. സ്നേഹയെ നീ വിവാഹം കഴിക്കുന്നതിനോട് എന്താ നിന്റെ അഭിപ്രായം? വിവാഹോ? ആര്, ഞാനോ? നിന്റെ തലയ്ക്ക് വല്ല അസുഖം ഉണ്ടാവുന്നിക്കേ? അതോ നിനക്ക് എന്നെ വേണ്ടാന്ന് തോന്നിയിട്ട് എന്നെ വിൽക്കാൻ നോക്കുകയാണോ? അല്ല, അങ്ങനെ വിൽക്കാൻ നോക്കുകയാണെങ്കിൽ നല്ല ആർക്കെങ്കിലും കൊടുക്കണേ. ഒരു സ്നേഹ. ധനുഷേ, നീ തമാശാളാ. പിന്നല്ലാതെ. സ്നേഹിക്കുന്നയാളോട് ലോകത്ത് ആരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമാണോ നീ ഇപ്പൊ ചോദിച്ചത്? ഞാൻ അവളെ കാണുമ്പോൾ എന്തെങ്കിലും തമാശ ഒപ്പിക്കുന്നു കരുതി വിവാഹം കഴിച്ച് തലയിലാക്കാനൊന്നും എന്നെ കിട്ടില്ല. ഞാൻ ആരെങ്കിലും വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ ആയിരിക്കും. നീ ഇല്ലെങ്കിൽ വേറൊരു പെണ്ണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ഓരോന്ന് ചിന്തിച്ച് അതും പറഞ്ഞ് എന്നെ മോശക്കാരനാക്കരുത്. ഇത് ഞാൻ പറഞ്ഞൊന്നുമല്ല, നന്ദനിപ്പ എന്നോട് പറഞ്ഞതാ. നന്ദനോ? അതെ. ഞാൻ മനസ്സറിയാൻ വെറുതെ ചോദിച്ചപ്പോ നന്ദൻ തന്നെ പറഞ്ഞതാ ഇത്. ഇവിടുത്തെ ആ കിഴവനും അവനും കൂടെ നിന്നോട് ചോദിക്കാനിരിക്കുക. നിന്റെ മനസ്സിൽ എന്താണെന്നറിയാൻ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ എന്റെ മനസ്സറിഞ്ഞല്ലോ, സന്തോഷമായില്ലേ? ആയി. ഞാൻ കരുതി നീ ഇനി സമ്മതമാണെന്ന് പറയുന്ന. ഇപ്പോ എനിക്ക് സന്തോഷായി. നമ്മൾ രണ്ടുപേരും അവരെയൊക്കെ എങ്ങനെ കൊല്ലാമെന്ന് ആലോചിക്കുമ്പോഴാ അവരുടെ ഇങ്ങോട്ടുള്ള കല്യാണ ആലോചന. നീ അതാലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട. എന്നോട് വന്ന് ചോദിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. സമാധാനമായെങ്കിൽ എന്റെ കൊച്ചു സന്തോഷത്തോടെ പോയാട്ടെ. അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയാലോ?
ഇവിടെയുള്ള എല്ലാത്തിനും തീർക്കേണ്ട കൈയല്ലേ ഇത്? എല്ലാവരും തീർത്തിട്ട് ഈ കൈയും പിടിച്ച് എൻ്റെ ഒരു നടത്തമുണ്ട്. ധനുഷ്, ദേ ഇവിടെ നിൽക്ക. ആ, സാറായിരുന്നോ? ഞാനിന്ന് കിടക്കുമായിരുന്നു. ഞാൻ തന്നോടൊരു കാര്യം പറയാനായി വന്നതാ. ആ, നമുക്കെന്നാ പുറത്തേക്ക് നിൽക്കാം സാർ. ഏയ്, ഇത് അകത്ത് വെച്ച് പറയേണ്ട കാര്യമാണ്, തികച്ചും പേഴ്സണൽ. എന്താ സാർ പറയാനുണ്ടെന്ന് പറഞ്ഞത്? സത്യം പറഞ്ഞാൽ കുറച്ച് മുഖവരിയോടെ വളച്ചു ചുറ്റിയൊക്കെ പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ധനുഷിൻ്റെ എൻ്റെ ഇടയിൽ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. എന്ത് കാര്യമാണെങ്കിലും സാറിനത് എന്നോട് പറയാലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് കരുതിയത്. ആ, ഞാൻ കാര്യത്തിലേക്ക് വരാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഓഫീസിലെ MD ആയിട്ടല്ല, ഈ വീട്ടിലെ മൂത്ത മകനായിട്ടാണ്. എൻ്റെ അനിയത്തി സ്നേഹ ധനുഷിനറിയല്ലോ. അവൾക്കിപ്പോൾ വിവാഹപ്രായമായി നിൽക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ബന്ധം വന്നാൽ അത് ആലോചിക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോഴാ ധനുഷിനെ കാണുന്നതും പരിചയപ്പെടുന്നതും. അങ്ങനെ ഞാനും അച്ഛനും കൂടി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. സ്നേഹയ്ക്ക് വേണ്ടി ധനുഷിനെ ഒന്ന് ആലോചിച്ചാലോ ഒന്ന്. ധനുഷിന് സ്നേഹ ഇഷ്ടമാണെങ്കിൽ അത് നടത്തി തരാൻ ഞങ്ങൾ തയ്യാറാണ്. അല്ല, എനിക്കറിയാം സ്നേഹയെ ആ രീതിയിലൊന്നും ധനുഷ് കണ്ടിട്ടില്ല. ധനുഷിന് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാം. ഇനി ധനുഷിന് താല്പര്യമില്ലെങ്കിൽ ദാ ഇവിടെ നിർത്താം. ഞാനിങ്ങോട്ട് വന്നിട്ടുമില്ല, ധനുഷിനോട് ഇതേപ്പറ്റി പറഞ്ഞിട്ടുമില്ല. ധനുഷ് നോ പറഞ്ഞെന്ന് കരുതി ഇവിടുത്തെ താമസത്തെയോ ജോലിയെയോ ഒരു തരത്തിലും ബാധിക്കത്തില്ല. അതുകൊണ്ട് സമ്മതമാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. സാർ എന്നോട് ക്ഷമിക്കണം, ഇത് നടക്കില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല സാർ. നെല്ലിശ്ശേരി പോലുള്ളൊരു വീട്ടിൽ വന്നു കയറാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഏത് രീതിയിൽ അളന്നു നോക്കിയാലും ഒപ്പം എത്താൻ പറ്റാത്ത ബന്ധത്തെക്കുറിച്ച് എന്തിനാ സാർ ആലോചിക്കുന്നത്? ഞാൻ ധനുഷിനോട് ചോദിച്ചത് എൻ്റെ അനിയത്തിയെ വിവാഹം കഴിക്കാൻ ധനുഷിന് സമ്മതമാണോന്നാ. ധനുഷ് മറുപടി പറഞ്ഞത് യോഗ്യതയുടെ കാര്യവും. എൻ്റെ അനിയത്തിയെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത ധനുഷിനില്ലെങ്കിൽ ഞാനിതും പറഞ്ഞ് ഇവിടേക്ക് വരില്ലായിരുന്നല്ലോ. സ്നേഹിക്ക് എന്തുകൊണ്ട് യോജിച്ച പയ്യനാ ധനുഷ്. പിന്നെ യോഗ്യതയുടെ കാര്യമൊക്കെ ധനുഷിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് ധനുഷിന് തോന്നുന്നതാണ്. സ്നേഹയെ നന്നായി നോക്കണം, അത് തന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് യോഗ്യതയുടെ കാര്യമൊക്കെ മാറ്റിവെച്ചിട്ട് സ്നേഹയെ ഇഷ്ടമാണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അത് ധനുഷിന് താല്പര്യമില്ലെങ്കിൽ താല്പര്യമുണ്ട് സാർ.
സാറ് പറഞ്ഞ പോലെ സ്നേഹയെ ഞാൻ ഇതുവരെ ആ കണ്ണിൽ നോക്കിയിട്ടില്ല. അതാ സാർ ആദ്യം അത് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഇതൊരു സ്വപ്നമല്ല, റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കാനും ഞാൻ വൈകി. നിങ്ങൾക്കെന്നെ വിശ്വാസമാണെങ്കിൽ സ്നേഹം ഞാൻ വിവാഹം കഴിച്ചോളാം. മനസ്സറിഞ്ഞ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എടോ, ഇപ്പോഴാ ഒരു സമാധാനമായത്. താൻ നോ പറഞ്ഞതിനെ ചിലപ്പോ അച്ഛന് വിഷമായനെ. ഞാൻ ഈ കാര്യം ഇപ്പൊ തന്നെ അച്ഛനോട് പറയാൻ പോവാ. നിനക്ക് എത്ര അച്ഛനുണ്ട്? ഒന്നോ അതോ അതിൽ കൂടുതലുണ്ടോ? എന്നോട് നീ നേരത്തെ പറഞ്ഞതെന്താ, ഇപ്പൊ കാണിച്ചതെന്താ? അയ്യോ, ഫോൺ എടുത്തില്ലല്ലോ. അതിന് വിവാഹം ആലോചിച്ചതല്ലേ ഉള്ളൂ, കഴിഞ്ഞില്ലല്ലോ. അവരെല്ലാം ഉറപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഇവിടുന്ന് സ്ഥലം വിട്ടോളാം. എന്താ അതുപോലെ? ഇവിടെയുള്ളവർക്കെല്ലാം വലിയ പ്രതീക്ഷയും സന്തോഷവും കൊടുത്തിട്ട് ഒറ്റയടിക്ക് നടക്കില്ലെന്നറിയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഏട്ടാ, ഇതാടാ ഒന്ന് നിന്നേ. അച്ഛൻ അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞു. എന്റെ മൊബൈൽ ധനുഷിനെ മുറിയിച്ച് മറന്നു. നീ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഏട്ടാ ചെല്ല്, ഞാൻ എടുത്തിട്ട് വാ. വിവാഹം നടക്കുന്നൊരു സാഹചര്യം വന്നാ നിന്റെ അച്ഛനെ കൊണ്ട് നീ സമ്മതിപ്പിക്കില്ല എന്നുള്ള കാര്യം തീർച്ചയല്ലേ? തീർച്ച. അല്ലാത്ത കാര്യം ഞാൻ നിന്നോട് പറയോ? എങ്കിൽ സാരമില്ല. ആഹാ, ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നു. എന്താ സന്ദീപേ? അത് നന്ദേട്ടന്റെ ഫോൺ ഇവിടെ മറന്നു വെച്ചെന്ന് പറഞ്ഞു. ദേ ഇരിക്കുന്നു. ശരി എന്നാ. അച്ഛാ, നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് ധനുഷിന്റെ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. ഞാനിപ്പോ ധനുഷിനോട് സംസാരിച്ചിരുന്നു. ധനുഷിന് സമ്മതമാണെന്ന് എന്നോട് പറഞ്ഞത്. ഇനി ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അച്ഛൻ പറഞ്ഞാൽ മതി. ഞാൻ ജീവിച്ചിരിക്കുമ്പോഴുള്ള ഈ കുടുംബത്തിലെ അവസാനത്തെ വിവാഹം. വലിയ ആർഭാടത്തോടെ തന്നെ അത് നടത്തണം. ധനുഷിന്റെ സമ്മതം പോലെ തന്നെ അവന്റെ വീട്ടുകാരുടെയും സമ്മതം വാങ്ങണം. സച്ചി, അർച്ചനയും സന്ദീപും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാവരോടുമായി നമുക്കിത് പറയാം. ശരി അച്ഛാ. സ്നേഹമോൾക്ക് മറ്റെതിർപ്പുകളൊന്നും ഇല്ലെന്ന് തന്നെ വിശ്വസിക്കാമല്ലോ. എന്നിരുന്നാലും അവളോട് പറഞ്ഞിട്ട് വേണം ഇത് ഉറപ്പിക്കാനും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാനും. എൻ്റെ മക്കളുടെ കാര്യത്തിൽ മുമ്പ് എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളൊന്നും സ്നേഹയുടെ കാര്യത്തിൽ ഉണ്ടാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനിയും അതുപോലുള്ള അനുഭവങ്ങൾ താങ്ങാൻ പറ്റിയ അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് എല്ലാം ആലോചിച്ച് അതിൻ്റെതായ രീതിയിൽ നീ തന്നെ മുന്നിൽ നിന്ന് ചെയ്താൽ മതി. ശരി അച്ഛാ. ധനുഷിൻ്റെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും പറ്റിയൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? വലുതായിട്ടൊന്നും അറിയത്തില്ല. വീട്ടിലിപ്പോ അച്ഛനും അമ്മയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ചേച്ചിയുള്ളത് വിവാഹം കഴിഞ്ഞ് മറ്റെവിടെയാണ് താമസമെന്നും പറഞ്ഞു. ഞാൻ വിശദമായി ധനുഷിനോടൊന്നുകൂടി സംസാരിക്കാം അച്ഛാ.
എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കുറച്ച് ഫയൽ കൂടി നോക്കാനുണ്ട്. ശരി. അച്ഛാ, ആ, ധനുഷിന്റെയും സ്നേഹയുടെയും കാര്യത്തിൽ നമ്മൾ വേറൊന്നും ചെയ്തിട്ടില്ല. ധനുഷിന്റെ അനുവാദം വാങ്ങിയെന്നല്ലാതെ നമ്മൾ ഇതുവരെ ഇവിടെയുള്ള ആരോടും ആലോചിച്ചിട്ട് പോലുമില്ല, സ്നേഹയോട് പോലും. സ്നേഹയോട് നിർബന്ധമായും സമ്മതം ചോദിച്ച് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മക്കൾ അനുസരിക്കുമെന്ന് കരുതി ഓരോ തീരുമാനങ്ങൾ എടുത്തിട്ട് അവസാനം അതിൽ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഇനി അത് ആവർത്തിക്കരുത്. സ്നേഹയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതമാണെന്ന് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ശരി അച്ഛാ, അങ്ങനെ ചെയ്യാം. സ്നേഹയോട് ഞാൻ എന്താണ് ഒരു ഡിസ്കഷൻ? എന്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ. ഡിസ്കഷൻ നിന്നെ കുറിച്ച് തന്നെയാ. നിനക്ക് നല്ലൊരു പയ്യനെ നോക്കി ഞാനും അച്ഛനും കൂടി. നിനക്കതിന് സമ്മതമാണെന്ന് ചോദിക്കണമെന്ന് പറയുമായിരുന്നു. പയ്യനോട് നന്ദൻ സംസാരിച്ചു. അവന് എതിർപ്പൊന്നുമില്ലെന്നാ പറഞ്ഞത്. ഇനി നിന്റെ കാര്യം കൂടി അറിയണം. എന്താടി, നിന്റെ മനസ്സിൽ ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. എങ്കിൽ ഞങ്ങൾ ആലോചിച്ച വിവാഹം ക്യാൻസൽ. അവളുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവള് പറഞ്ഞേനല്ലോ. മോളെ, ഇനിയും നിന്റെ വിവാഹം നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ ഞാൻ കരുതുന്നത്. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞാലും നിന്റെ സമ്മതം നിർബന്ധമായിട്ടും വേണമല്ലോ. ആരാച്ചാ നിങ്ങളുടെ മനസ്സിലുള്ള ആള്? ആളിവിടെയൊക്കെ തന്നെ ഉള്ളതാ. നമ്മുടെ ധനുഷില്ലേ, അയാളാ ഞങ്ങളുടെ മനസ്സിലുള്ള ആള്. നന്ദൻ സംസാരിച്ചപ്പോ മോളെ വിവാഹം കഴിക്കാൻ സമ്മതമാണെന്ന് അയാൾ പറഞ്ഞു. ഇനിയുള്ളത് മോളുടെ തീരുമാനം. വേണേ മോള് 2-3 ദിവസം ആലോചിച്ചിട്ട് പറഞ്ഞാലും മതി. ഇനിയിപ്പോ ഞാൻ എന്താലോചിക്കാനാ അച്ഛാ? അച്ഛനും ഏട്ടനും കൂടെ എല്ലാം അങ്ങ് തീരുമാനിച്ചാ മതി. നിനക്കും ധനുഷിന് ഇഷ്ടമാണെന്നും ഈ വിവാഹത്തിന് സമ്മതമാണെന്നും അല്ലേ നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം? അപ്പൊ ഇനി കാര്യങ്ങൾ എളുപ്പമായി. വേഗത്തിൽ തന്നെ ബാക്കി കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. ആ, നിങ്ങളെത്തിയല്ലേ? ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്ന് വെച്ചാ. ആതിരയോടൊപ്പം സന്ദീപ് അങ്ങോട്ട് പോയി. പിന്നെന്തിനാ മീര ഇങ്ങോട്ട് വന്നത്? എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതിനെന്താ, മീര ഇവിടെ തന്നെ നിൽക്കട്ടെ. പിന്നെ നിങ്ങളോട് എല്ലാവരോടും ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഇവിടെ ഒരു വിവാഹ ഉറപ്പിക്കൽ നടന്നു. അത് മറ്റാരുടെ അല്ല, ഇവളുടെ വിവാഹം ഞാനും അച്ഛനും അവളും കൂടി അങ്ങ് തീരുമാനിച്ചു. വിവാഹം തീരുമാനിച്ചെന്നോ? ആരുമായിട്ട്? അത് മറ്റാരുമല്ല, നമ്മുടെ ധനുഷില്ലേ, അവനുമായിട്ട്. അവൻ നല്ല പയ്യനല്ലേ. ഞാൻ അവനോടും ഇവളോടും സംസാരിച്ചപ്പോ രണ്ടുപേർക്കും താല്പര്യമുണ്ട്. എന്നാ പിന്നെ അതങ്ങ് നടത്താന്ന് കരുതി. ഞാനും നന്ദനും കൂടി ആലോചിച്ച ശേഷം നിങ്ങളോടൊക്കെ പറയാന്ന് കരുതി. പിന്നെ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് നിങ്ങളും തിരക്കിലായിരുന്നല്ലോ. ഇപ്പൊ ഇവളോട് ചോദിച്ചപ്പോ ഇവൾക്കും എതിർപ്പില്ല.